ഹലോ ഹായ് വ്യൂസ്, ഞാൻ ഡോക്ടർ പൂജ സിംഗ്. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാർപ്പൽ ടണൽ സിൻഡ്രോമിനെ കുറിച്ചാണ്. നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് കൈത്തണ്ടയിൽ വരുന്ന മരവിപ്പും അതുപോലെ തന്നെ പുകച്ചിലും അതുപോലെ തന്നെ ബലഹീനതയൊക്കെയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ. സാധാരണ സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു വാതസംബന്ധമായ രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. അതുപോലെ തന്നെ പ്രഗ്നൻസി അസോസിയേറ്റഡ് ആയിട്ടും തൈറോയ്ഡ് ഉള്ളവർക്കും അതുപോലെ പ്രമേഹമുള്ളവർക്കും ഇത് കണ്ടുവരുന്നു, കാർപ്പൽ ടണൽ സിൻഡ്രോം. അപ്പോൾ നമുക്ക് അത് ഒരു കാർപ്പൽ ടണൽ എന്ന് പറയുന്ന ഒരു പേശി നമ്മുടെ മീഡിയൻ നാഡിയെ സമ്മർദ്ദം ചെലുത്തുന്നത് മൂലം നമ്മുടെ ഈ കൈപ്പത്തിയിലോട്ടുള്ള പേശികളുടെ ചലനത്തെയും അതുപോലെ തന്നെ സുഖകരമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനത്തിനെയും ബാധിക്കുന്നതാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. അതുപോലെ തന്നെ നമുക്ക് ഇതിന് പ്രധാനമായ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അധിക സമയം സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ പറ്റാതിരിക്കുക, അതായത് പിടിച്ച് വയ്ക്കാൻ പറ്റാതിരിക്കുക, അത് കയ്യിൽ നിന്ന് വഴുതി വീഴുന്നതായിട്ട് തോന്നുക, നമ്മുടെ കയ്യിൽ മരവിപ്പായിട്ടും അതുപോലെ തന്നെ തരിപ്പായിട്ടും ഒക്കെ അനുഭവപ്പെടുക. അത് രാത്രി കിടക്കുന്ന നേരത്ത് നമ്മൾ വളരെയധികം തരിപ്പും വേദനയും അനുഭവപ്പെടുക. അതുപോലെ തന്നെ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ആ കൈവിരലുകൾ ചലിപ്പിക്കാൻ പറ്റാതെയും മരവിച്ചിരിക്കുന്നതായിട്ട് തോന്നുക. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം പഴയ സ്ഥിതിയിലേക്ക് മാറുക. ഇതൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. നമുക്ക് ആയുർവേദത്തിൽ ഇനി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാമെന്ന് നോക്കാം. നന്നായിട്ട് അഭ്യംഗമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റായിട്ട് ആദ്യം പറയുന്നത്. പിന്നെ നല്ല മസാജിങ്, അഭ്യംഗം എന്ന് പറയുന്നത് മസാജിങ് ആണ്. അതിന് നല്ല തൈലങ്ങൾ യൂസ് ചെയ്യുക. മാത്രമല്ല നെയ്യും യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നെയ്യിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മുടെ നെയ്യിൽ കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് നന്നായിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ യൂസ് ചെയ്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ വീട്ടിൽ തന്നെ ഈ മെഡിസിൻ പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതാണ്. അത് നമുക്ക് വീട്ടിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഈ മെഡിസിൻ. അതായത് നമ്മൾ ഈ പാല് എത്ര നീളം ചൂടാക്കണം എന്ന് വെച്ചാൽ ഈ പാല് കട്ടയാവുന്നത് വരെ നമ്മൾ ഈ മിശ്രിതം ചൂടാക്കേണ്ടതായിട്ടുണ്ട്. ഇത് തൈരിൻ്റെ പരുവാകുമ്പോഴത്തേക്ക്, അതായത് ഈ പാല് നന്നായിട്ട് ഉടഞ്ഞതിന് ശേഷം ഈ നെയ്യ് അതിനകത്തുനിന്ന് വേർതിരിഞ്ഞ് വരും. ആ സമയത്തിലേക്ക് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഈ നെയ്യ് ഉപയോഗിച്ച് നമ്മുടെ മസാജ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഡിസീസിൽ നിന്ന് ഒരുപാട് റിലീഫ്, 3 ദിവസം കൊണ്ട് തന്നെ ഡിസീസിൽ നിന്ന് നല്ല റിലീഫ് കിട്ടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല നസ്യവും ഇതിൻ്റെ നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്. അതിൽ നമുക്ക് കാർബോസസ്റ്റൈൽ തൈലം യൂസ് ചെയ്ത് മസാജ് ചെയ്തിട്ട് നസ്യമായിട്ട് ചെയ്ത് കൊടുക്കുന്നതും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. ഇതിൽ നമുക്ക് അധികം 1 മാസത്തെ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ടി വരില്ല. വെറും 3 ദിവസം കൊണ്ട് ട്രീറ്റ്മെൻറ്റ്, ഒരാഴ്ച കൊണ്ടോ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പൂർണ്ണമായിട്ടും ഇത് കംപ്ലീറ്റ് ആയിട്ട് പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിൽ അലോപ്പതിയിൽ പറയുന്ന സർജറി ട്രീറ്റ്മെൻറ്റിലേക്ക് പോവേണ്ടതായിട്ട് വരുന്ന കണ്ടീഷൻസിൽ നമുക്ക് ഇതുപോലെ ചെയ്തു നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ സർജറി തന്നെ വേണ്ടാതെ വരുന്ന കണ്ടീഷൻസ് വരെ ഉണ്ട്. ഇത് എന്തായാലും കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു ഡിസീസ് കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആയുർവേദത്തിൽ നല്ല ട്രീറ്റ്മെൻറ്റ് ഇതിന് ലഭ്യമാണ്. അപ്പോൾ ഇതുപോലത്തുള്ള വാതസംബന്ധമായ രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ നല്ല പ്രതിവിധികളുണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാർപ്പൽ ടണൽ സിൻഡ്രോം. അതിൽ നമുക്ക് അലോപ്പതിയിൽ തന്നെ പോകാതെ തന്നെ ആയുർവേദത്തിലൂടെ തന്നെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.